നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. NCP ദേശീയ നേതൃത്വം എന്ത് തീരുമാനിച്ചാലും താൻ അതിനൊപ്പം നിൽക്കുമെന്ന് തോമസ് ചാണ്ടി MLA പറഞ്ഞു. കൂടുതൽ ചർച്ച എക്സിക്യൂട്ടീവിൽ ഉണ്ടാകും. NCP യോഗത്തിന് ശേഷമാണ് തോമസ് ചാണ്ടി നിലപാട് വ്യക്തമാക്കിയത്. കൂടിയ പകുതി പേര് കഴിയുമെങ്കിൽ പവാർജിയോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുക, ഈ തീരുമാനം പുനഃപരിശോധിക്കണം. കാരണം ഒരു മതേതര പാർട്ടി എന്നുള്ള NCPയുടെ നിലപാടിന് യോജിക്കുന്നതാണോ ഇതെന്ന് ചോദിച്ചിട്ട്, അതുകൊണ്ട് ഇത് കഴിയുമെങ്കിൽ നിലപാട് തിരുത്തണമെന്ന് ആവശ്യപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും അത് അംഗീകരിച്ചു. നല്ല കാര്യമാണ്. പക്ഷെ ഞാനൊരു കാര്യം അസന്നിഗ്ധമായി പറഞ്ഞു, ഈ തിരുത്തിയാലും തിരുത്തിയില്ലേലും ദേശീയ നേതൃത്വം എന്ത് നിലപാടെടുക്കുന്നോ ഞാൻ അതിനോട് യോജിച്ച് ദേശീയ നേതൃത്വം പറയുന്നത് അനുസരിച്ച് എനിക്ക് കേരളത്തിൽ നിൽക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിലില്ല. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. സർക്കാർ ചീഫ് ശ്രീ PC ജോർജ്, കോൺഗ്രസ് വക്താവ് ശ്രീ ജോസഫ് വാഴക്കൻ MLA, ശ്രീ ജേക്കബ് ജോർജ് എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ PC ജോർജ്, മൂന്നാമതൊരു മുന്നണിക്ക് കേരളത്തിൽ എത്രത്തോളം സാധ്യതയുണ്ട്? LDF, UDF എന്ന് രണ്ട് മുന്നണികളായി നിൽക്കുകയും ഏതാണ്ട് BJP ഒറ്റയ്ക്ക് മത്സരിക്കുകയും ചെയ്യുന്ന ആ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഇടതുമുന്നണിയുടെ ഒരു MLA തന്നെ പറയുന്നു അതിൽ തെറ്റില്ല, BJPയെ പിന്തുണയ്ക്കുന്നതിൽ തെറ്റില്ല, ദേശീയ നേതൃത്വം അത്തരമൊരു നിലപാട് സ്വീകരിച്ചാൽ അദ്ദേഹം ആ നിലപാടിനൊപ്പം നിൽക്കുമെന്ന്. പ്രകാശിന്റെ കാര്യം അതല്ല. കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിക്കുന്ന നമുക്ക് മനസ്സിലാക്കുക, UDF LDF രണ്ട് മുന്നണി, ശക്തമായ മുന്നണി. ആ മുന്നണിക്കുള്ളിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ കടന്നു വരുന്നു. പക്ഷെ അവർ ജനങ്ങളുടെ മുമ്പിൽ ഒരു നിർണായക സ്വാധീനം ചെലുത്താൻ BJP കഴിഞ്ഞില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും പാർലമെന്റിലാണെങ്കിലും ഒക്കെ വോട്ട് കച്ചവടം ചെയ്യുന്നതിൽ അവർ പ്രഗത്ഭന്മാരായിരുന്നു. BJPയുടെ പല നേതാക്കന്മാരും വോട്ട് കച്ചവടം ചെയ്തിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ കേരളത്തിൽ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ BJPക്കും RSSനും സംയുക്തമായ ചില നീക്കങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ വോട്ട് കച്ചവടം ഗുണകരമല്ല എന്ന ബോധ്യം വന്ന സാഹചര്യത്തിൽ BJPക്ക് വോട്ട് ലഭിക്കണം എന്ന ഒരു നിലപാടിലേക്ക് BJPയുടെ നേതൃത്വം വന്നു. സ്വാഭാവികമായി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം അവർക്ക് കുറേയേറെ പഞ്ചായത്തുകൾ സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്, മെമ്പർമാരുണ്ടായിട്ടുണ്ട്, ആ പഞ്ചായത്ത് പോലും കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം ഓൾ ഇന്ത്യ ലെവലിൽ BJP ഇന്നൊരു നിർണായക ശക്തിയാണ്. ആര് എതിർത്താലും നമ്മൾ വെറുതെ കണ്ണടിച്ചിരുത്താക്കാൻ പറ്റുമോ? BJP ഒരു നിർണായക ശക്തിയാണ്, ഒന്നും നിശ്ചയിച്ചിട്ട് കാര്യമില്ല. പക്ഷെ കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ BJPക്കെതിരെ UDF LDF, ഉദാഹരണമാണ് കണ്ണൂർ, തിരുവനന്തപുരം, അവിടെ BJPക്കെതിരെ BJPയുടെ സ്ഥാനാർത്ഥി കടന്നു വരുമ്പോൾ അവർക്കെതിരെ LDF UDFും മാനസികമായി യോജിച്ചുകൊണ്ട് അവരെ തകർക്കാനുള്ള ശ്രമം നടത്തുക സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസം ഇനി എത്രമാത്രം ശക്തമായി കൊണ്ടുപോകാൻ കഴിയും? അങ്ങനെ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ഒളിച്ചൊന്നും വെക്കുന്നില്ല. അങ്ങനെ ഇനി അവർക്ക് അങ്ങനെ പോകാൻ കഴിയില്ല. UDFിനും LDFിനും അങ്ങനെ പോകാൻ കഴിയില്ല. കാരണം ഓൾ ഇന്ത്യ ലെവലിൽ BJP വളരെ ശക്തമായ ഒരു മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പൊ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ്, 2 അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, രണ്ടിലും BJP വലിയൊരു നേട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. ജനഹൃദയങ്ങളിൽ ആ ഒരു ചിന്ത കടന്നു വരും. അതുപോലെ തന്നെ BJPയുടെ പ്രധാനമന്ത്രിയായിട്ട് വന്നിരിക്കുന്ന നരേന്ദ്രമോദിക്ക് തുല്യമായി എതിർപ്പിനുള്ള ഒരു പ്രതിപക്ഷ നേതാവിന്റെ ദാരിദ്ര്യം നമ്മൾ അനുഭവിക്കുക. ഒരു കൊള്ളാവുന്ന നേതൃത്വം BJP ഗവൺമെന്റിനെ നയിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ കൊള്ളാവുന്ന ഒരു വ്യക്തി നേതൃത്വം തന്നെ കടന്നു വരണം. ഇപ്പോൾ കോൺഗ്രസ് നോക്കിയാൽ അതിനുള്ള ആളെ നമ്മൾ കാണുന്നില്ല. ആളെ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലുണ്ട്, ഞാനത് പറഞ്ഞ് കോൺഗ്രസ്സുകാരുടെ പണക്കം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എത്രമാത്രം വരും? ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. ഏത് തെരഞ്ഞെടുപ്പിലും മുന്നണി രാഷ്ട്രീയം പോലെ തന്നെ. ശ്രീ PC ജോർജ്, അങ്ങനെയാണെങ്കിൽ ഏതെല്ലാം കക്ഷികളിൽ നിന്ന്, ഏതെല്ലാം പാർട്ടികളിൽ നിന്നായിരിക്കും ഇപ്പോൾ BJPക്ക് അനുകൂലമായ ഒരു നീക്കമുണ്ടാവുക? ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇടതുപക്ഷം വിജയിപ്പിച്ചെടുത്ത ഇടതുമുന്നണിയുടെ ഒരു MLA അദ്ദേഹം പരസ്യമായി BJP ബന്ധത്തെ ന്യായീകരിക്കുന്നു, മോദിയെ പുകഴ്ത്തുന്നു. അപ്പോൾ LDFിൻ്റെ ഒരു MLA ആ ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. ഇതേ പാത UDFിൽ നിന്നും ഇതര പാർട്ടികളിൽ നിന്നും ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് താങ്കൾ പറയുന്നത്. അങ്ങനെ കരുതണ്ട, അങ്ങനെ സംഭവിക്കേല എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും അങ്ങനെ സംഭവിക്കണമെന്നില്ല. കാരണം ഇവിടത്തെ ഇപ്പോ തോമസ് ചാണ്ടി ഇടതുപക്ഷ MLA ആണ്. അദ്ദേഹം
ഈ മോഡി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ നല്ല ചെയ്തികളെ നല്ലതാണെന്നും ചീത്ത ചെയ്തികളെ ചീത്തയാണെന്നും പറഞ്ഞത് എന്താ തെറ്റ് എനിക്കറിയില്ല. അതല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി NCP ആണ്. NCPയുടെ കേന്ദ്ര ഘടകം എടുത്തിരിക്കുന്ന തീരുമാനം മഹാരാഷ്ട്രയിൽ നമുക്കറിയാം. BJP ഗവൺമെന്റ് അനുകൂലമായി നിരുപാധിക പിന്തുണ കൊടുത്തിരിക്കുന്ന സാഹചര്യം. അങ്ങനെ ഒരു മുന്നണി മറ്റേ ഇടതുപക്ഷ മുന്നണിക്ക് കേരളത്തിൽ പോകാൻ കഴിയില്ല. ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം BJPയുമായി തൊട്ടുകൂടാത്ത അകൽച്ചയുള്ള പാർട്ടിയാണ്. അവരും CPയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അകൽച്ച നടക്കുന്നത്. കോൺഗ്രസിനേക്കാൾ കൂടുതലായി ഏറ്റവും കൂടുതൽ അകൽച്ച എന്ന് പറയുന്നതും തർക്കം എന്ന് പറയുന്നതും കൊലപാതകം നടത്തുന്നതും അവർ തമ്മിലാണ്. CPMഉം BJPയും തമ്മിലാണ്. ആ സാഹചര്യത്തിൽ ഇടതുപക്ഷം മുഴുവൻ നിന്നുകൊണ്ട് അങ്ങനെ ഒരു MLAക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി തുടരാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. UDFിലാണെങ്കിലും UDFിൽ നിന്നുകൊണ്ട് എങ്ങനെ BJPയോടൊപ്പം നിൽക്കാൻ കഴിയും എനിക്കറിയില്ല. അത് കഴിയില്ല. ഇവിടുത്തെ കക്ഷി ബന്ധങ്ങൾക്കപ്പുറത്ത് ഞാൻ കാണുന്നത് BJPക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ഉണ്ടായിരിക്കുന്ന മുന്നേറ്റത്തിന്റെ ഭാഗമായി കേരളത്തിലെ ജനമനസ്സുകളിലും കുറേയേറെ പ്രത്യേകിച്ച് അഴിമതി ഈ രാജ്യത്ത് കണ്ടത് വ്യക്തമാണ്. ദയവായി തുടരുക, അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ശ്രീ ജോസഫ് വാഴക്കൻ, ഇപ്പോൾ PC ജോർജ് പറയുന്നത് ഈ രണ്ട് മുന്നണികളിൽ നിന്നും BJPക്ക് അനുകൂലമായി ഒരു മാറ്റം അത് ജനങ്ങളിൽ നിന്നുണ്ടാകാം, രാഷ്ട്രീയമായിട്ടുണ്ടാകാം എന്നാണ്. അതേസമയം ഇടതുപക്ഷം വിജയിപ്പിച്ചെടുത്ത മതേതരത്വം പറയുന്ന ഒരു മുന്നണി, അതിൻ്റെ ഒരു MLA ഇപ്പോൾ മോദിക്ക് അനുകൂലമായി നിലപാടെടുത്തിരിക്കുന്നു. BJP NCP ദേശീയ നേതൃത്വം പിന്തുണയ്ക്കുകയാണെങ്കിൽ ആ ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാടിനൊപ്പമായിരിക്കും താനെന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ BJPക്കൊപ്പം രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, ജനങ്ങൾ ഇതെല്ലാം അണിനിരന്നുകൊണ്ട് ഒരു മൂന്നാമതൊരു മുന്നണി സാധ്യത, BJP ഒറ്റയ്ക്കും LDF UDF രണ്ട് മുന്നണികളും, അതിൽ നിന്ന് ഒരു രാഷ്ട്രീയം മാറുന്നതിൻ്റെ സൂചനയല്ലേ ഇതെല്ലാം? ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നില്ല. BJPക്ക് ദേശീയ തലത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു വളർച്ച, ആ വളർച്ചയുടെ ചില അനുകരണങ്ങളൊക്കെ ഇവിടെ കേരളത്തിൽ കുറേയൊക്കെ ഉണ്ടായി എന്നിരിക്കാം. പക്ഷേ ഇന്നിപ്പോൾ ഈ തോമസ് ചാണ്ടി ഉൾപ്പെടെയൊക്കെ ഉള്ള പലരും പറയുന്നത് അവരുടെ ചില സാധ്യതകളും അവരുടെ ചില താല്പര്യങ്ങളും ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ആ താല്പര്യങ്ങൾക്കനുസരിച്ച് കേരള രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല. അതനുസരിച്ച് അങ്ങനെ ഉണ്ടാകുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിലുള്ളൊരു കാര്യമല്ല. എങ്കിലും തീർച്ചയായിട്ടും BJPക്ക് അതിൻ്റെതായ ചില പ്രകടനങ്ങളൊക്കെ നടത്താൻ കേരളത്തിൽ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനകത്ത് പ്രധാനപ്പെട്ട കാഷ്വാലിറ്റി ഇടതുപക്ഷ മുന്നണി ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത, പല കാരണങ്ങൾ കൊണ്ടും. അതാണ് ഇന്നിപ്പോൾ തോമസ് ചാണ്ടി ആണെങ്കിലും അദ്ദേഹത്തിന് വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടാകാം, അദ്ദേഹത്തിന് മറ്റു താല്പര്യങ്ങളുണ്ടാകാം. ഇതൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിനും ചില മോഹങ്ങളൊക്കെ ചിലപ്പം ഒരുപക്ഷെ ഉള്ളിലുണ്ടായിട്ടുണ്ടാകാം. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയുള്ള ഒരു വിലയിരുത്തൽ, അങ്ങനെയുള്ള ചില നിലപാടുകൾ എടുക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും NCPയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ മറ്റൊരു മാർഗവും ഇപ്പോഴില്ല. ശ്രീ ജോസഫ് വാഴക്കൻ, സാധാരണ നിലയിൽ BJPയെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിലാണ് വിലയിരുത്താറുള്ളത്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് BJP എതിരാണ്, അവരുടെ താല്പര്യങ്ങൾക്ക്, അവരുടെ ജീവന്, സമ്പത്തിന് എല്ലാം എതിരാണ് BJPയും ഹിന്ദുത്വ പ്രസ്ഥാനവും എന്ന നിലപാടാണല്ലോ സാധാരണ ഉണ്ടാകാറുള്ളത്. പക്ഷേ ഇവിടെ തോമസ് ചാണ്ടി പറയുന്നത് സഭാ നേതൃത്വം അത് മോദി വരാൻ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ സഭയുടെ വിവിധ വിഭാഗങ്ങൾ അത് BJPക്കും മോദിക്കും അനുകൂലമായ ഒരു നിലപാടെടുക്കുമ്പോൾ എന്തിനു മാറി ചിന്തിക്കണം എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇത് തോമസ് ചാണ്ടി എന്ന് പറയുന്ന ഒരു ഇടത് MLA മാത്രം മോദിക്ക് അനുകൂലമാകുന്നതാണോ, അതോ കേരള രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഭാഗം, മുസ്ലിം സമുദായം അവിടെ നിൽക്കട്ടെ, ക്രൈസ്തവ വിഭാഗങ്ങൾ, അതിൻ്റെ നേതൃത്വം, അതെല്ലാം BJPക്കും മോദിക്കും കേന്ദ്ര സർക്കാരുണ്ട് എന്ന നിലയിൽ അതിനോടൊപ്പം നിൽക്കുമ്പോൾ ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് മാത്രമാണോ നഷ്ടം, അതോ കോൺഗ്രസിനും നഷ്ടമുണ്ടാകുമോ? ഞാനൊരു ജാതി അടിസ്ഥാനത്തിൽ മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല. BJP മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ബംഗാളിൽ അവർക്കുണ്ടായിരിക്കുന്ന ഒരു തകർച്ച, അവിടെ നിന്നുണ്ടായിരിക്കുന്ന ഒരു ഒഴുക്ക് ഒക്കെ BJPയിലേക്കാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. പല കാരണങ്ങളുണ്ട്. കേരളത്തിലും അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇവിടെ സഭാ നേതാക്കന്മാർ പറഞ്ഞു എന്നൊന്നും പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല.
അതിനൊന്നുള്ള സാധ്യതകളൊന്നും അത്ര എളുപ്പവുമല്ല. അതൊക്കെ തോമസ് ചാണ്ടി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ എടുക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നു എന്നുള്ളതല്ലാതെ അതൊന്നും അത്ര എളുപ്പത്തിലുള്ള കാര്യങ്ങളല്ല. എന്നാലും എല്ലാ വിഭാഗത്തിലും പെടുന്ന ആളുകൾ ഒരു രാഷ്ട്രീയ ശക്തിയായി ഏതെങ്കിലും പുതിയൊരു ശക്തി ഉദിച്ചു വന്നാൽ അതിനൊക്കെ അനുകൂലമായ ചില ചിന്തകളൊക്കെ ഉണ്ടായി എന്നൊക്കെ ഇരിക്കാം. പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അതിന് പറ്റിയ ഒരു സാഹചര്യമല്ല. അതൊക്കെ അധികം കാലത്തേക്ക് മാത്രമല്ല, ഇതൊക്കെ ഒരു കൊല്ലത്തേക്ക് മാത്രമാണ് ഈ ഒരു ഹണിമൂൺ പീരീഡും ഈ ഒരു വികാരപരമായി അല്ലെങ്കിൽ ഒരു വലിയ ഒരു മീഡിയ ഹൈപ്പൊക്കെ ഉണ്ടാകുകയും ഒരു തരംഗം ഉണ്ടാക്കാനൊക്കെ കഴിയുന്ന ഒരുപാട് കാലം ഒന്നും നിലനിർത്താൻ കഴിയില്ല. അതൊക്കെ വലിയ പ്രതീക്ഷ കൊടുത്തു വരുന്ന മോദി അദ്ദേഹത്തിൻ്റെ ഒരു ഏകാധിപത്യ സ്വഭാവവും അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളും അദ്ദേഹത്തെ മോൾഡ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പുകൾ അദ്ദേഹത്തിന് വേണ്ടി നടത്തുന്ന പ്രചരണങ്ങളും ഒക്കെ പെട്ടെന്ന് ജനങ്ങളിൽ ഒരു വികാരപരമായ അല്ലെങ്കിൽ ഒരു സംഭവമാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കിയെന്നിരിക്കാം. ശ്രീ കെ എം ഷാജഹാൻ, താങ്കളിലേക്ക് എത്താൻ. ശ്രീ കെ എം ഷാജഹാൻ, ഇത് ഒരു വികാരപരമായി താൽക്കാലികമായി ഉണ്ടാകുന്ന ഒന്നാണോ? ഇപ്പോൾ കേരളത്തിൽ ശിവഗിരി മഠത്തിലേക്ക് മോദിയെ ക്ഷണിച്ചു കൊണ്ടുവരുന്നു. അതിനുശേഷം KPMS അതിൻ്റെ സമ്മേളനത്തിലേക്ക് മോദി എത്തുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ SNDP യോഗത്തിൻ്റെ വെള്ളാപ്പള്ളി നടേശൻ മോദിക്ക് ഒരു സ്വീകാര്യത നൽകുന്നു. ഇതിന് പുറകെ വിവിധ ക്രൈസ്തവ സഭാ നേതൃത്വം മോദിയെ വന്ന് കാണുന്നു, അദ്ദേഹത്തെ പുകഴ്ത്തുന്നു. ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ചിത്രം. തെരഞ്ഞെടുപ്പിന് ശേഷം മറ്റൊരു രാഷ്ട്രീയ മാറ്റത്തിലേക്ക് കേരളം മാറുകയാണോ? അങ്ങനെയാണെങ്കിൽ ശ്രീ ജോസഫ് വാഴക്കൻ പറഞ്ഞതുപോലെ അതിൻ്റെ നഷ്ടം ഇടതുപക്ഷത്തിന് മാത്രമാണോ? PC ജോർജ് പറഞ്ഞതുപോലെ പൊതുവിൽ ജനങ്ങൾക്ക് ഒരു BJP അനുകൂല നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുമോ? വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് BJPക്ക് ഒപ്പം രാഷ്ട്രീയ നേതാക്കളും ചെറു പാർട്ടികളും അണിനിരക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? അങ്ങനെയാണെങ്കിൽ മൂന്നാമതൊരു മുന്നണി അത് BJPയുടെ നേതൃത്വത്തിൽ സാധ്യമാകുമോ? പ്രകാശ്, ഇതിൽ ജോസഫ് വാഴക്കൻ പറഞ്ഞ അഭിപ്രായത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. ഒരു കാര്യം വളരെ വളരെ വ്യക്തമാണ്. BJPക്ക് കേരളത്തിലുള്ള ഈ അസ്പൃശ്യത മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് യാതൊരു വിധത്തിലുള്ള തർക്കവും നമുക്ക് പറയാൻ കഴിയില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തോമസ് ചാണ്ടി ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള മത്സരിച്ചിട്ടുള്ള തോമസ് ചാണ്ടിക്ക് BJPക്ക് അനുകൂലമായി പച്ചയ്ക്ക് അഭിപ്രായം പറയാനും മോഡിയെ പുകഴ്ത്താനും യാതൊരു വിധത്തിലുള്ള മടിയും ഇല്ല എന്നുള്ളത് പ്രതീകാത്മകമാണ്. CPMന് എന്ത് നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പിണറായി വിജയൻ്റെ പോലും ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള തോമസ് ചാണ്ടിയുടെ പരസ്യമായ BJP അനുകൂല നിലപാട്. അത് LDFിൽ നിന്ന്. UDFിൽ നിന്നുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് PC ജോർജിൻ്റെ അഭിപ്രായം ഞാനിവിടെ കണ്ടു. PC ജോർജ് തോമസ് ചാണ്ടി പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ പച്ചക്കങ്ങ് പറയുന്നില്ലെങ്കിലും PC ജോർജ് പറഞ്ഞതിൻ്റെയും ഉള്ളിലുള്ളത്, അതിൻ്റെ അകം നമ്മളെടുത്ത് പൊളിച്ചു നോക്കിയാൽ അതിൻ്റെ ഹൃദയഭാഗത്ത് കാണാൻ കഴിയുന്നത് BJP അനുകൂല നിലപാടാണ്. അപ്പം ഒരു LDF MLA പരസ്യമായും ഒരു UDF MLA പരോക്ഷമായും BJPക്ക് അനുകൂലമായി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. PC ജോർജ് കുറച്ച് മാസങ്ങളായി ഇങ്ങനെ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. PC ജോർജിൻ്റെ മകൻ തന്നെ BJPയുടെ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും അഴിമതിയെക്കുറിച്ചിട്ട് ഘോരം പ്രസംഗിക്കുകയും ചെയ്യുന്നത് കണ്ടു. ഇതും ഈ പറഞ്ഞ പോലെ PC ജോർജ് എൻ്റെ സുഹൃത്ത് പരോക്ഷമായി BJPക്ക് അനുകൂലമായ ഒരു നിലം നികത്തൽ, ഒരു നിലം പാകപ്പെടുത്തൽ ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് LDFിൻ്റെ ഒരു MLA, ഒരു ഭാഗത്തുനിന്ന് UDFിൻ്റെ ഒരു MLA. ഇനി ഞാൻ ചോദിക്കട്ടെ പ്രകാശേ, LDFിലും UDFിലും ഉള്ള പല പാർട്ടികൾക്കും ഇന്നത്തെ BJPയോടൊപ്പം പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഉദാഹരണത്തിന് LDFിലുള്ള PC തോമസിൻ്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ്, PC തോമസ് മറ്റേ ഗോദ്ര കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് BJP അന്നത്തെ NDA ഗവൺമെൻറ്റിലെ സഹമന്ത്രിയായിരുന്നു. അതുകൊണ്ട് LDFിൻ്റെ കൂടെ നിൽക്കുന്ന PC തോമസിനും കൂട്ടർക്കും BJPയുമായിട്ട് സഖ്യം ചേരാൻ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി UDFിലേക്ക് വന്നാൽ കേരള കോൺഗ്രസിലെ തന്നെ പ്രബല കേരള കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം BJPയുമായി ചേർന്നുകൂടായില്ല. അതുപോലെ ചെറിയ പാർട്ടികളിൽ ഇപ്പോൾ അതിനകത്തുള്ള ചില്ലറ കേരള കോൺഗ്രസ്സുകാരുണ്ട്. ജോണി നെല്ലൂരിൻ്റെ കേരള കോൺഗ്രസ് ഉണ്ട്, അല്ലെങ്കിൽ ബാലകൃഷ്ണ പിള്ളയുടെ കേരള കോൺഗ്രസ് ഉണ്ട്. ഇതുപോലുള്ള കേരള കോൺഗ്രസുകൾക്കൊന്നും ഇന്നത്തെ സാഹചര്യത്തിൽ BJPയായിട്ട് ചേരാൻ വലിയ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ഒരു കാര്യം കൂടെ ഞാൻ അവസാനമായി പറഞ്ഞുകൊള്ളട്ടെ. ക്രിസ്ത്യൻ മത സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മൾ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും ഇത്തവണത്തെ മോഡി എന്ന് പറയുന്നത് NDA സർക്കാരിലെ
പിന്നെ പിന്നെ NDA സർക്കാരിലെ വാജ്പേയിയുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. NDA സർക്കാരിനെ നയിച്ചിരുന്ന വാജ്പേയി അന്ന് സഖ്യകക്ഷികളുടെ പിന്തുണയിൽ അവരുടെ ആശ്രിതനായിട്ടാണ് നിന്നിരുന്നതെങ്കിൽ മോഡി 2/3 ഭൂരിപക്ഷത്തിൽ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുകയാണ്. മോഡിക്ക് ഒരു ചെറിയ തിരിച്ചടി ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ളത് കാണാതിരിക്കുന്നില്ല. പക്ഷേ മോഡിക്കിപ്പോൾ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും വന്നിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ക്രിസ്ത്യൻ മതസമൂഹത്തിൻ്റെ ഇടയിൽ ഒരു ചെറിയ ചാഞ്ചാട്ടം മോഡിക്ക് അനുകൂലമായി ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അവസാനമായി നേരത്തെ പ്രകാശ് പറഞ്ഞതുപോലെ ഈ മറ്റ് മതങ്ങളുടെ ഇടയിൽ SNDPയുടെ ഇടയിൽ ഒരളവ് വരെ NSSന്റെ ഇടയിൽ അതുപോലെ തന്നെ ദളിതരുടെ ഇടയിൽ KPMSന്റെ ഇടയിൽ ഇവരുടെയൊക്കെ ഇടയിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു 3ാം മുന്നണി എന്നുള്ളത് ഇവിടെ നടക്കാൻ പോവുകയാണ്. അത് നടന്നാൽ എനിക്ക് വാഴക്കനോടുള്ള ജോസഫ് വാഴക്കൻ MLA യോജിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ കാഷ്വാലിറ്റി CPM ആയിരിക്കും. വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ശ്രീ ജേക്കബ് ജോർജ്, ഈ കാര്യത്തിൽ KM ഷാജഹാന്റെ നിരീക്ഷണത്തോട് LDFനൊപ്പം നിൽക്കുന്ന ചില കക്ഷികൾക്ക്, UDFനൊപ്പം നിൽക്കുന്ന ചില കക്ഷികൾക്ക്, വ്യക്തികൾക്ക് ഇവർക്കെല്ലാം BJPയുമായി സഹകരിക്കാൻ കഴിയുന്ന ഒരു പുതിയ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വന്നാൽ ഈ 3ാം മുന്നണി അല്ലെങ്കിൽ മൂന്നാമതൊരു മുന്നണി BJPയുടെ നേതൃത്വത്തിൽ അത് സാധ്യമാണ് എന്ന് പറയുന്ന ആ നിരീക്ഷണം, അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും പ്രകാശ്, ഷാജഹാന്റെ നല്ലതുപോലെ പഠിച്ച നിരീക്ഷണങ്ങൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. നമ്മളൊക്കെ കേരള രാഷ്ട്രീയം നോക്കുമ്പോൾ ഇതുപോലെയൊക്കെ ചിന്തിക്കാൻ വളരെ സ്കോപ്പുണ്ട്. BJP മുമ്പൊക്കെ ഒരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അൺടച്ചബിൾ, തൊട്ടുകൂടാൻ വയ്യാത്ത പാർട്ടി ആയിരുന്നുവെങ്കിൽ ആ നില മാറി എന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പിൽ മോഡി വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വന്നതോടുകൂടി കേരളത്തിൽ തന്നെ നമുക്കറിയാം ക്രിസ്ത്യൻ സമുദായത്തിലെ ബിസിനസ് താല്പര്യമുള്ള ഒരു പ്രത്യേക ഒരു വിഭാഗം തന്നെയുണ്ട്. അവർക്കൊക്കെ അവരുടെ നിലനിൽപ്പാണ്, വളർച്ചയാണ് വിഷയം. അതേപോലെ അന്നൊരു കാര്യമുണ്ട്, ഒരു കാലത്ത് AB വാജ്പേയി തിരുവനന്തപുരത്ത്, കോട്ടയത്ത്, കുമരകത്ത് വന്ന് 7-8 ദിവസം താമസിച്ചു. PK നാരായണപ്പണിക്കർ, NSSന്റെ ജനറൽ സെക്രട്ടറി PK നാരായണപ്പണിക്കരെ ആവുന്നത് ക്ഷണിച്ചിട്ടും അദ്ദേഹം കാണാൻ പോലും കൂട്ടാക്കിയില്ല. അങ്ങനെ NSS നായർ സമുദായത്തിന്റെ ചരിത്രം കൂടി ഉണ്ട് കേരളത്തിൽ. അതുപോലും അലിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. SNDP നേതാക്കന്മാരൊക്കെ പുറകെ നടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കടന്നിരിക്കുന്നു BJPയുടെ. പക്ഷേ ഇതെല്ലാം ഉപയോഗിച്ചും കൊണ്ട് പ്രായോഗികമായിട്ട് ഒരു മുന്നണി തട്ടിക്കുട്ടുകയെടുക്കുക എന്നുള്ളത് BJPക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇപ്പോഴും രാഷ്ട്രീയമായിട്ട് കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഐക്യജനാധിപത്യ മുന്നണിക്കും ഇടയിൽ 2 കൊടുമുടിയായിട്ട് നിൽക്കുന്ന 2 കൊടുമുടികൾക്കിടയിൽ BJP ഒരു സ്പേസ് കണ്ടെത്തുക, അതിനുവേണ്ടി ഘടകകക്ഷികളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമേ അത് സംബന്ധിച്ച എന്തെങ്കിലും ഒരു ക്രിയാത്മകമായ ലൈൻ ഉണ്ടാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ VV രാജേഷ്, കേരള രാഷ്ട്രീയത്തിൽ ചെറിയ ചലനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു BJPയുമായി ബന്ധപ്പെട്ട്. ഏതെല്ലാം മുന്നണികളിൽ നിന്ന്, ഏതെല്ലാം പാർട്ടികളിൽ നിന്ന്, മതവിഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ സഖ്യകക്ഷികളെ പ്രതീക്ഷിക്കുന്നു? ഞങ്ങൾ സഖ്യകക്ഷികൾ ഇപ്പോൾ BJPയിലേക്ക് വരാൻ സാധ്യതയുള്ളത് 2 മുന്നണികളിൽ നിന്നും ചെറിയ കക്ഷികളിൽപ്പെട്ട ചില നേതാക്കളൊക്കെ തന്നെ ദേശീയ ജനാധിപത്യ സഖ്യവുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ ഉള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. അതുപോലെ മതവിഭാഗങ്ങളാണെങ്കിൽ കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ BJPയിൽ നിന്ന് ഒരു അകലം പാലിച്ചിരുന്ന മുസ്ലിം സമുദായത്തിലെ തന്നെ ചെറിയ വിഭാഗങ്ങൾ BJPയുമായി അടുക്കാനും BJPയെ മനസ്സിലാക്കാനും തയ്യാറായി വന്നിട്ടുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ക്രൈസ്തവ സഭകളെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകൾ നമ്മൾ കണ്ടതാണ്. പല മതമേധാവിമാരും നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചകൾ നടത്തി അവരുടെ വികാരങ്ങളും അവരുടെ ആവശ്യങ്ങളും ഒക്കെ തന്നെ പങ്കുവച്ചു. BJP നടത്തേണ്ട തിരുത്തലുകളും BJP ഗവൺമെന്റ് സ്വീകരിക്കേണ്ട പരിപാടികളെ കുറിച്ചൊക്കെ ചർച്ചകൾ നടന്നിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ വരാൻ പോകുന്ന വളരെ പെട്ടെന്നുള്ള ദിനങ്ങളിൽ തന്നെ ഞങ്ങളുടെ മുന്നേറ്റത്തിന് അനുകൂലമായുള്ള ചർച്ചകളും ഉരുത്തിരിയലും കേരളത്തിലുണ്ടാകും. ഉദാഹരണത്തിന് 4 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ഹരിയാനയാണ് ഇന്നിപ്പോ BJPയുടെ മുഖ്യമന്ത്രി അടുത്ത ദിവസം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. ആ രീതിയിലേക്ക് ഒരുപക്ഷെ അത്രത്തോളം വേഗത്തിലല്ലെങ്കിലും അതുപോലുള്ള ഒരു മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാകാനുള്ള ദിനങ്ങളാണ് വരാൻ പോകുന്നത്. എന്തായാലും ഇപ്പോൾ കേരള നിയമസഭയിൽ BJPയെ നരേന്ദ്രമോദി അനുകൂലിച്ച് സംസാരിച്ച തോമസ് ചാണ്ടി MLA, ബഹുമാനപ്പെട്ട ഷിബു ബേബി ജോൺ മന്ത്രി, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൽ നിന്നുള്ള KM ഷാജി, അതോടൊപ്പം തന്നെ PC ജോർജ്, ഒരു 4-5 MLAമാർ നരേന്ദ്രമോദിജിയെ അനുകൂലിച്ച് സംസാരിച്ച MLAമാർ പ്രത്യക്ഷമായി തന്നെ ഇപ്പോൾ ഇത്രയും പേരുണ്ട്. അപ്പോൾ പരോക്ഷമായി എത്രത്തോളം പേർ അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ വേണ്ടി ഉണ്ടാകും?
അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുമ്പോഴേക്കും BJPയുടെ പാത വളരെ സുഗമമാണ് കേരളത്തിലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ PC ജോർജ്, VV രാജേഷ് താങ്കളെ പ്രതീക്ഷിക്കുന്നു, BJP പ്രതീക്ഷിക്കുന്നു. ഏതാണ്ട് സമാനമായ ഒരു അഭിപ്രായമാണ് KM ഷാജഹാനും താങ്കളുടെ നിലപാടുകളെക്കുറിച്ച് നടത്തിയിരിക്കുന്നത്. ഈ ചില ആളുകള് ഈ കുതിരയ്ക്ക് മണി കെട്ട് കുതിര ഉണ്ടല്ലോ, രണ്ട് കണ്ടും നേരെ പിടിച്ച് കാണിച്ച് നേരെ മാത്രമേ പോകുള്ളൂ, അടച്ചു കെട്ടി നടക്കുക. ഞാൻ അങ്ങനെയല്ല. ഷാജഹാൻ അങ്ങനെയുള്ള ആളായതുകൊണ്ടാണ് അങ്ങനെ എന്നെ കാണുന്നത്. നമ്മൾ നേരെ നോക്കുമ്പോൾ ചുറ്റുപാട് കൂടെ കാണണം. പ്രകാശ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉദയം ചെയ്താൽ ഇവിടെ ഇടതുപരത്ത് വ്യത്യാസമില്ല, എല്ലാവരും അവരെ അടിച്ചുകൊല്ലാൻ വേണ്ടി ഒന്നിക്കും. അതിന് ഉദാഹരണമാണ് കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസ് 64-65 കാലഘട്ടത്തിൽ വളർന്നു വന്ന് 25 MLA ഉണ്ടായപ്പോൾ UDF LDF കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വിളിച്ചെന്ന സമ്പന്നന്മാരുടെ റബ്ബർ പണക്കാർ റബ്ബർ മുതലാളിമാരുടെ പാർട്ടിയാണെന്ന് അധിക്ഷേപിച്ചു. ഇപ്പൊ ഈ പറഞ്ഞ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും റബ്ബറിന് വിലയിൽ നമ്മൾ സമരരംഗത്ത് നിൽക്കുക. കേരള കോൺഗ്രസിന് മുന്നിൽ കയറി നിൽക്കുക റബ്ബർ കർഷകർക്ക് വേണ്ടി. എന്താ അങ്ങനെ വന്നത്? അപ്പൊ യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷി രൂപം കൊണ്ടു കഴിഞ്ഞാൽ ആ കക്ഷിയെ കൊല്ലാൻ ഏതൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിക്കാൻ ഇടത് വലത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ തയ്യാറാകാറുണ്ട്. അതുപോലെ കേരള കോൺഗ്രസിനെ നശിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ BJP കടന്നു വന്ന വർഗീയ ഫാസിസ്റ്റുകളെന്ന് വിളിക്കുകയും അവർ RSSന്റെ പ്രവർത്തനങ്ങളുള്ളപ്പോൾ സ്വാഭാവികമായി ജനങ്ങളുടെ മനസ്സിലേക്ക് അത് ശക്തിമത്തായി അടിച്ചു കയറ്റുകയും ചെയ്തപ്പോ BJPയുടെ വളർച്ചയ്ക്ക് മുരടിപ്പുണ്ടായി. അതിൽ നിന്ന് വ്യത്യസ്തമായി BJPയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ കേരളത്തിൽ ഇപ്പോ എന്നെപ്പറ്റി തന്നെ എന്താ പറയുന്നത്? നരേന്ദ്രമോദിയുടെ ഞാൻ എന്താ ചെയ്തത്? അതൊന്ന് ചരിത്രത്തിൽ ഇനി കിടക്കുന്നത്, സമയം കളയണ്ടല്ലോ. അപ്പോ ഓരോ മനുഷ്യനെയും അടിച്ചേൽപ്പിച്ച് പരുത്തുന്ന പരിപാടിയുള്ള രാഷ്ട്രീയ നിരീക്ഷണം അപകടകരമാണ്. കേരളത്തിൽ ഇപ്പോഴത്തെ പൊസിഷൻ എന്താ പ്രകാശേ? നിഷേധിക്കാൻ പറ്റുമോ? BJPയുടെ ഒരു 3-4 ഗ്രൂപ്പുകളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ചില നേതാക്കന്മാരെ പറ്റി വളരെ നല്ല അഭിപ്രായം കേരളത്തിലുണ്ട്. ഞാൻ BJP അതിനെ പ്രത്യേകിച്ച് പറയുന്നില്ല. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളോടൊപ്പമാണ്. രാജേട്ടനെ പറ്റി ആരെല്ലാം എന്ത് പറഞ്ഞാലും തിരുവനന്തപുരത്ത് തോറ്റ നിസ്സാര കാര്യമാണോ? ഇവിടെ ഞാൻ വളരെ പച്ചക്കൊരു കാര്യം പറയാം. ഇവിടെ ഇടത് വലത് കക്ഷികൾ കോൺഗ്രസ് ആകട്ടെ കമ്മ്യൂണിസ്റ്റ് ആവട്ടെ അവഗണിക്കപ്പെടുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹമുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ തന്നെ മാന്യമായി ഏറ്റെടുക്കാൻ തയ്യാറായി ആളുകൾ മുമ്പോട്ട് വന്നാൽ BJP ആണ് അത് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ ആ വിഭാഗങ്ങൾ പോകും. വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ശ്രീ ജോസഫ് വാഴക്കൻ, രണ്ട് മുന്നണികളുടെയും വീഴ്ചകളിൽ നിന്ന്, ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള കഴിവുകേടിൽ നിന്ന് ജനങ്ങൾ അസംതൃപ്തരായി BJPയിലേക്ക് നീങ്ങാനുള്ള സാധ്യത. മറ്റൊന്ന്, കേന്ദ്ര സർക്കാർ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വിവിധ വിഭാഗങ്ങൾക്ക്, ഇപ്പോൾ രാജേഷ് പറഞ്ഞല്ലോ, സഭാ നേതൃത്വം ചർച്ച നടത്തി, മുസ്ലിം വിഭാഗങ്ങൾ അടുക്കുന്നു, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവരുടെ ഒരു പട്ടിക തന്നെ, അല്ലെങ്കിൽ BJPക്കും മോദിക്കും തെറ്റുപറ്റുന്നില്ല, അവർ കുറച്ചുകൂടി ശരിയാണ് എന്ന് പറയുന്നവരുടെ ഒരു പട്ടിക തന്നെ രാജേഷ് നിരത്തി. ഈ സാഹചര്യത്തിൽ ഇടതു വലത് മുന്നണികൾ എത്രത്തോളം ഈ പുതിയ രാഷ്ട്രീയ സാധ്യതയെക്കുറിച്ച് ബോധവാന്മാരാണ്? ആ ഒഴുക്ക് തടയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഹരിയാനയുടെ ഉദാഹരണമാണ് രാജേഷ് കേരളത്തിൽ ആവർത്തിക്കും എന്ന് പറയുന്നത്. ഹരിയാനയും കേരളവും ഒക്കെ രണ്ടും രണ്ടാ. ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിച്ചാൽ അറിയാം, ദേശീയ തലത്തിൽ പലപ്പോഴും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക്, അത് കോൺഗ്രസ് വന്നപ്പോഴും ഇടയ്ക്ക് ജനതാ പാർട്ടി വന്നപ്പോഴും അങ്ങനെ പ്രധാനപ്പെട്ട മാറ്റങ്ങളൊക്കെ നടക്കുമ്പോൾ തൊട്ട് പിന്നാലെ ഇന്ത്യൻ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ അതിൻ്റെ പിന്നാലെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, തൂത്തടിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്. അത് 77 ജനതാ പാർട്ടി വന്നപ്പോൾ മുതൽ നിരവധി സന്ദർഭങ്ങൾ, 85 ശ്രീ രാജീവ് ഗാന്ധി തിരിച്ചു വന്നപ്പോഴും ഒക്കെ നമ്മൾ, അതുപോലെ തന്നെ 80 ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നപ്പോഴും ഒക്കെ നമ്മൾ ആ ട്രെൻഡ് കണ്ടതാണ്. അപ്പോൾ മോഡി എന്ന് പറയുന്ന ഒരു നേതാവ് കഴിഞ്ഞ 2-3 മാസം കൊണ്ട് ഇന്ത്യയിലുണ്ടാക്കിയ, പ്രത്യേകിച്ച് മീഡിയയുടെ ഒരു മീഡിയ ഹൈപ്പ് കൂടി ഉണ്ടായി അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ട്രെൻഡ്, തീർച്ചയായിട്ടും അതിനനുകൂലമായി ഉത്തരേന്ത്യയിൽ കുറേ ചലനങ്ങൾ ഉണ്ടായി. ദക്ഷിണേന്ത്യയിലും അതിൻ്റെ ചില ഭാഗങ്ങൾ ഉണ്ടാകാം, സാധ്യതയുണ്ട്, ഇല്ല എന്ന് ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഇവിടെ ചില മതവിഭാഗങ്ങളുടെയൊക്കെ നേതാക്കന്മാർ അല്ലെങ്കിൽ അതിൻ്റെ അധ്യക്ഷന്മാരൊക്കെ ഇവിടെ മോദിയായി സംസാരിച്ചു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമല്ല. അതുകൊണ്ട് വ്യക്തമാണ് താങ്കളുടെ നിലപാട്. ഇപ്പോഴും ജോസഫ് വാഴക്കൻ കേരളത്തിൽ ഇത് സംഭവിക്കില്ല, ഒറ്റപ്പെട്ട കാര്യങ്ങളാണ് എന്നാണ് കാണുന്നത്. ശ്രീ KM ഷാജഹാൻ, അങ്ങനെയാണോ ഈ ചർച്ചയുടെ അവസാനം താങ്കൾക്ക് തോന്നുന്നത്? ഈ രണ്ട് മുന്നണികളും സ്ഥിര സ്വഭാവത്തോടു കൂടി നിൽക്കുമെന്നും
കേരളത്തിൻ്റെ ഒരു മതേതര സ്വഭാവം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബി ജെ പിക്ക് എതിരെ രണ്ട് മുന്നണികളും ഇപ്പോൾ കാസർഗോഡ് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നിക്കുന്ന രീതിയിൽ അതിന് മുന്നോട്ട് പോകും എന്നുമാണോ? അല്ല, അതിനുള്ള സാധ്യത ഈ പറയുന്ന ഈ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കൂടെ ചേർന്ന് ബി ജെ പിയെ തോൽപ്പിക്കുന്ന സാധ്യത ഇനിയും നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉദാഹരണത്തിന് കാസർഗോഡ് തന്നെ CPM-ന്റെ വോട്ടുകളാണ് ഇപ്പോൾ ബി ജെ പിക്ക് കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാസർഗോഡ് ഈ പറഞ്ഞ LDF UDF ബാന്ധവം ബി ജെ പിക്കെതിരെ നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തിരുവനന്തപുരത്ത് ഞാൻ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയട്ടെ, നേമം എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ ഇനി ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ CPM-ന് പിന്നെ കോൺഗ്രസുമായിട്ട് ചേർന്ന് വോട്ട് ചെയ്താൽ പോലും സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് എത്രത്തോളം വിയോജിക്കാമെങ്കിലും നമുക്ക് ഒട്ടും ശരിയല്ലെന്ന് തോന്നാമെങ്കിൽ പോലും ബി ജെ പിയുടെ അസ്പൃശ്യത മാറുകയാണ്. അവരുടെ സാന്നിധ്യം അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പല രാഷ്ട്രീയ മുന്നണികളെയും ഞെട്ടിക്കുന്ന നിലയിലേക്ക് മാറാൻ പോവുകയാണ്. വളരെ നന്ദി ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ KM ഷാജഹാൻ, ശ്രീ PC ജോർജ്, ശ്രീ VV രാജേഷ്, ശ്രീ ജേക്കബ് ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.